ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ 9th സ്റ്റാൻഡേർഡിലെ 5th ചാപ്റ്റർ ന്യൂ SCERT 9th സ്റ്റാൻഡേർഡ് 5th ലെസൺ പ്ലവക്ഷമ ബലം എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം 9th സ്റ്റാൻഡേർഡിലെ ഓൾഡ് SCERTയിൽ ഫസ്റ്റ് ലെസൺ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ദ്രവബലങ്ങൾ. ആ ഒരു ചാപ്റ്ററിലെ കണ്ടന്റ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചവർക്ക് ഇത് ഒരു റിവിഷനായിട്ട് എടുക്കാം കേട്ടോ. അതിലെ എല്ലാ കണ്ടന്റും തന്നെയാണ് ഇതിൽ പറയുന്നത്. അത് പ്ലവക്ഷമ ബലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് വരുന്നത്. അപ്പോൾ ഇത് റിവിഷനായിട്ട് മാത്രമാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് അധികം അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തതിനേക്കാൾ ഉപരിയായിട്ടൊന്നും ഇവിടെ പറയുന്നില്ല. ഓക്കെ, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ദ്രവബലങ്ങൾ എന്ന ആ ഒരു ചാപ്റ്ററിലാണ് കൂടുതൽ കണ്ടന്റ് ഉള്ളത്. അതിലെ കുറേ ഭാഗങ്ങളൊക്കെയാണ് ഇവിടെ പ്ലവക്ഷമ ബലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിവിഷനായിട്ട് തന്നെ നിങ്ങൾക്കതിനെ എടുക്കാം. ഇനി പഠിക്കാത്തവർക്കാണെങ്കിൽ ഈ ഒരു ഭാഗം നമുക്ക് പഠിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ പ്ലവക്ഷമ ബലം അഞ്ചാമത്തെ ചാപ്റ്ററാണ്, ന്യൂ SCERT ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കുട്ടി കണ്ടോ, ഈ ഒരു ചിത്രം കണ്ടിട്ട് ഒരു സംശയത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്. എന്താണ് ആ കുട്ടിയുടെ സംശയം? വളരെ കുറഞ്ഞ ഭാരമുള്ള ഇരുമ്പാണി പോലും ജലത്തിൽ മുങ്ങിപ്പോകുന്നു. എന്നാൽ ടൺ കണക്കിന് ഭാരമുള്ള കപ്പൽ എങ്ങനെയാണ് സമുദ്രജലത്തിൽ പൊങ്ങിക്കിടക്കുന്നത്? അല്ലേ, നല്ലൊരു സംശയമാണല്ലേ ആ കുട്ടിയുടേത്. നമുക്ക് ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ അതിനുള്ള ആൻസർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പം നമ്മൾ ഡെയിലി എക്സ്പീരിയൻസ് ചെയ്യാറുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. എന്താണ് ഇവിടെ ഒരു ചിത്രം 5.1 പറയുന്നത് കണ്ടോ? ഒരു കുപ്പി ജലത്തിൽ പൂർണ്ണമായിട്ട് താഴ്ത്തുകയാണ്. അപ്പോൾ ആ താഴ്ത്തിയ കുപ്പി നമ്മൾ കൈ എടുത്തു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക? അത് ഉയർന്നു വരും. അപ്പോൾ പ്ലാസ്റ്റിക് കുപ്പി ജല ഉപരിതലത്തിലേക്ക് ഉയർന്നു വരാനുള്ള കാരണം എന്തായിരിക്കും? ഭൂഗുരുത്വാകർഷണ ബലം ഈ കുപ്പിയിൽ അനുഭവപ്പെടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഏത് ദിശയിലാണ്? എന്തുകൊണ്ടാണ് കുപ്പി ജലത്തിൽ മുങ്ങിക്കിടക്കാത്തത്? അപ്പോൾ നോക്കിക്കേ, ഈ ഒരു കുപ്പിയെ സംബന്ധിച്ച് ഉള്ളിൽ ഒന്നുമില്ലാത്ത ഒരു കുപ്പിയാണത്. അപ്പോൾ ആ കുപ്പി നമ്മൾ ജലത്തിൽ കൊണ്ട് ഇടുവാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും പൊന്തിയായിരിക്കും കിടക്കുന്നത്. അതിനുള്ള കാരണങ്ങളൊക്കെ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പ്ലവക്ഷമ ബലം എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. ഒരു വസ്തു പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഒരു ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആ വസ്തുവിൽ ദ്രവം മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വസ്തു പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആ വസ്തുവിൽ ദ്രവം മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമ ബലം. നോക്കിയേ, ഇവിടെ ഇതൊരു ബീക്കറാണ്. അപ്പോൾ ഈ ഒരു ബീക്കറിൽ ഇത്രയും ഭാഗത്തോളം വെള്ളമുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വസ്തു പൂർണ്ണമായിട്ടും ഇവിടെ ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്നുണ്ട്. അതുപോലെ ഹാഫ് ഇമ്മേഴ്സ് ചെയ്തിട്ട് മറ്റൊരു വസ്തുവും ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ ഇമേജ്. അപ്പോൾ ഇവിടെ ഒരു വസ്തു പൂർണ്ണമായിട്ടാണെങ്കിലോ ഭാഗികമായിട്ടാണെങ്കിലും ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആ വസ്തുവിൽ ദ്രവം മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലത്തിനെയാണ് എന്ത് പറയുന്നത്? പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. ഓക്കെ, പ്ലവക്ഷമ ബലം. അതേസമയം ഈ വസ്തു എന്ത് ചെയ്യുന്നുണ്ട്? താഴേക്കും ഒരു ബലം കൊടുക്കുന്നുണ്ടല്ലോ, താഴേക്കും ഒരു ബലം ഈ വസ്തു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ വസ്തുവിന്മേൽ മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലത്തിനെയാണ് എന്ത് പറയുന്നത്? മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലത്തിനെയാണ് പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. ഒരു വസ്തു പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആ വസ്തുവിൽ ദ്രവം മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലത്തിനെയാണ് എന്ത് പറയുന്നത്? പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പം നിത്യജീവിതത്തിൽ പ്ലവക്ഷമ ബലം അനുഭവപ്പെടുന്ന സന്ദർഭങ്ങളൊക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ട്. ജലത്തിൽ നിന്ന് വായു കുമിളകൾ ഉയർന്നു വരുന്നത്, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ആ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് അല്ലേ. കപ്പൽ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നത്, അതുപോലെ തന്നെ ഹൈഡ്രജൻ നിറച്ച ബലൂണ് വായുവിൽ ഉയർന്നു പറക്കുന്നത്, ഇതൊക്കെ എന്താണ്? പ്ലവക്ഷമ ബലത്തിന് ഉദാഹരണമാണ്. നമ്മൾ കഴിഞ്ഞൊരു ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഇനി നോക്കിക്കേ, പ്ലവക്ഷമ ബലം ഇനി അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ കുപ്പി പൊന്തി കിടക്കാനുള്ള കാരണം എന്തായിരുന്നു? നോക്കൂ, നമ്മൾ ഈ പറഞ്ഞ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിൽ കുപ്പി ജലത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള കാരണം എന്താണ്? അവിടെ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം ഈ കുപ്പി താഴേക്ക് കൊടുക്കുന്ന ആ ഒരു കുപ്പി ഇവിടെ താഴേക്ക് ദ്രവത്തിലേക്ക് കൊടുക്കുന്ന ബലത്തിനേക്കാൾ കൂടുതലാണ് ഈ ദ്രവം ഈ വസ്തുവിന്മേൽ പ്രയോഗിക്കുന്ന പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. പ്ലവക്ഷമ ബലം ഇവിടെ കൂടുതലായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ വസ്തു ഇവിടെ ഈ ജല ഉപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. അതിൻ്റെ കാരണമൊക്കെ നമ്മൾ കുറച്ചുകൂടി അങ്ങോട്ട് ചെല്ലുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇനി നമ്മൾ പഠിക്കും. അപ്പോൾ അടുത്തൊരു ഭാഗത്തേക്ക് വരാം. അപ്പോൾ പ്ലവക്ഷമ ബലം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു വസ്തു പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആ വസ്തുവിൽ ദ്രവം മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമ ബലം അഥവാ ബോയിൻ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്ലവക്ഷമ ബലം എങ്ങനെ അളക്കാം എന്നുള്ളതാണ്. ഇതൊക്കെ കഴിഞ്ഞ ആ ഒരു ചാപ്റ്റർ പഠിച്ചവർക്ക് ഈസി ആയിട്ട് അറിയുന്നതായിരിക്കും. അപ്പോൾ അത് റിവിഷനായിട്ട് നിങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു വസ്തുവിൻ്റെ പ്ലവക്ഷമ ബലം അളക്കുന്നത്? ഇവിടെ നോക്കൂ, ഒരു ബോക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ കല്ല്, ഈ കല്ലിൻ്റെ വായുവിലെ ഭാരം
ചോദിച്ചിട്ടുണ്ട്. എക്സ്പെരിമെൻ്റ് ആണ് കേട്ടോ. എക്സ്പെരിമെൻറ്റ് നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഈ വസ്തുവിൻ്റെ ചിത്രം 5.3 ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു കല്ലിൻ്റെ വായുവിലെ ഭാരമാണ് ആദ്യം കണക്കാക്കുന്നത്. പിന്നീട് ഈ വസ്തു ജലത്തിലേക്ക് ഇമ്മേഴ്സ് ചെയ്തിട്ട് അതിൻ്റെ ഭാരവുമാണ് കണക്കാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നോക്കിക്കേ. ഇവിടെ ഈ ഒരു കല്ലിൻ്റെ വായുവിലെ ഭാരം, ഈ കല്ലിന് വായുവിലെ ഭാരം ഒരു 10 ന്യൂട്ടൺ ആണെന്ന് നമുക്ക് വിചാരിക്കാം. 10 ന്യൂട്ടൺ ആണെന്ന് എക്സാമ്പിളായിട്ട് എടുക്കാം. അതിന് ജലത്തിലെ ഭാരം നോക്കുന്നു. ജലത്തിലെ ഭാരം നോക്കുമ്പോൾ ഒരു 6 ന്യൂട്ടൺ ആണ് എന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ജലത്തിലെ ഭാരക്കുറവ് എങ്ങനെയാണ് കണ്ടെത്തുന്നത്? വായുവിലെ ഭാരം കുറയ്ക്കണം ജലത്തിലെ ഭാരം. അപ്പം അങ്ങനെയാകുമ്പോൾ ഈ ഭാരക്കുറവ് ഒരു 4 ന്യൂട്ടൺ വരും അല്ലേ. 10 - 6 4 ന്യൂട്ടൺ വരും. അപ്പോൾ ഈ 4 ന്യൂട്ടൺ ആണ് ഇതിലെ പ്ലവക്ഷമ ബലം. ജലത്തിലെ ഭാരക്കുറവാണ് ഈ വസ്തുവിന്മേൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഏതൊരു വസ്തുവിൻ്റെ ആണെങ്കിലും പ്ലവക്ഷമ ബലം കണ്ടെത്തുന്നത് വായുവിലെ ഭാരം മൈനസ് ജലത്തിലെ ഭാരമാണ്. അപ്പോൾ കിട്ടുന്നതാണ് പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി ഒരു വസ്തു ദ്രവത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തുവിൻ്റെ ഭാരക്കുറവിന് തുല്യമായിരിക്കും. ക്ലിയർ ആയോ? ഒരു വസ്തു ദ്രവത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തുവിൻ്റെ ഭാരക്കുറവിന് തുല്യമായിരിക്കും. അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇവിടെ അനുഭവപ്പെടുന്ന ഭാരക്കുറവ് എന്ന് പറയുന്നത് എന്താണ്? 4 ന്യൂട്ടൺ. ഈ 4 ന്യൂട്ടൺ എന്ന് പറയുന്നത് ഈ വസ്തുവിൽ അനുഭവപ്പെടുന്ന ഭാരക്കുറവാണ്. അതാണ് ഇതിൻ്റെ കല്ലിൻ്റെ ഈ ജലത്തിലെ പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. ഓക്കെ. 4 ന്യൂട്ടൺ നമ്മൾ എക്സാമ്പിളായിട്ട് എടുത്തതാണ് കേട്ടോ. 10 ന്യൂട്ടൺ വായുവിലെ ഈ കല്ലിൻ്റെ ഭാരമാണെങ്കിൽ ജലത്തിലെ ഭാരം ഒരു 6 ന്യൂട്ടനും ആണെങ്കിൽ, നമ്മളത് കറക്റ്റായിട്ട് അളന്നിട്ടില്ല, നമ്മളൊരു എക്സാമ്പിളായിട്ട് പറയുകയാണ്. അപ്പോൾ 10 - 6 ആണ് 4 ന്യൂട്ടൺ. ഈ 4 ന്യൂട്ടനാണ് നമ്മുടെ ഈ കല്ല് ജലത്തിലിട്ടപ്പോൾ അതിലെ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ഏതൊക്കെയാണെന്ന്. ഇവിടെ എക്സ്പെരിമെൻറ്റിലൂടെ അത് പറയുകയാണ്. അപ്പോൾ ഇവിടെ ആദ്യം നമുക്കൊരു പൂരിത ഉപ്പ് ലായനി തന്നിട്ടുണ്ട്, ജലം തന്നിട്ടുണ്ട്, ഗ്ലിസറിൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഒരേ മാസുള്ള വസ്തുക്കളാണ് ഇമ്മേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഒരേ മാസുള്ള വസ്തുക്കൾ ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലിക്വിഡിൽ ഇമ്മേഴ്സ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ പൂരിത ഉപ്പ് ലായനി തന്നിട്ടുണ്ട്, ജലം തന്നിട്ടുണ്ട്, ഗ്ലിസറിൻ തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ തൂക്കക്കട്ടിയുടെ ദ്രാവകത്തിലെ ഭാരമാണ് കണ്ടെത്തുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? വായുവിലെ ഭാരവും കണ്ടെത്തും, ദ്രാവകത്തിലെ ഭാരവും കണ്ടെത്തും. അത് തമ്മിൽ കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? നേരത്തെ നമ്മൾ ചെയ്ത കാര്യം തന്നെ, പ്ലവക്ഷമ ബലം കിട്ടും. അപ്പോൾ ഏതിലായിരിക്കും പ്ലവക്ഷമ ബലം കൂടുതൽ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതായത് നമുക്ക് ഇവിടെ ഒരു ബോക്സ് തന്നേക്കുന്നുണ്ടോ? അറിയാം. ഇതിൽ ജലം എന്ന ദ്രാവകത്തിൻ്റെ സാന്ദ്രത എന്താണ്? 1000 kg/m³ ആണ്. 1000 kg/m³ ആണ്. അതുപോലെ പൂരിത ഉപ്പ് ലായനിയുടെ സാന്ദ്രത 1025 kg/m³ ആണ്. മണ്ണെണ്ണയുടെ ആണെങ്കിൽ 810 kg/m³. ഗ്ലിസറിൻ ആണെങ്കിൽ 1260 ആണ്. അതുപോലെ വെളിച്ചെണ്ണയാണെങ്കിൽ 920 ആണ്. 920 ആണ് ഇതിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നത്. ഏകദേശ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ തേനിൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? നിങ്ങൾ ഓർക്കുന്നോ? തേനിൻ്റെ എത്രയായിരുന്നു നമ്മൾ പറഞ്ഞത്? 1420 ആയിരുന്നു തേൻ. അതുകൂടി നമുക്കിവിടെ ചേർക്കാം കേട്ടോ. തേൻ 1420 kg/m³ ആണ്. 1420 kg/m³ ആണ് തേനിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചു വയ്ക്കണം. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നോക്കിക്കോളൂ. ഇവിടെ ചോദ്യം, ഏത് ദ്രാവകത്തിലാണ് തൂക്കക്കട്ടിക്ക് ഏറ്റവും കൂടുതൽ പ്ലവക്ഷമ ബലം അനുഭവപ്പെടുന്നത്? ഏത് ദ്രാവകത്തിലായിരിക്കും? സാന്ദ്രത ഏത് ദ്രാവകത്തിലാണോ കൂടുതൽ ആ ദ്രാവകത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ എന്തനുഭവപ്പെടുന്നത്? സാന്ദ്രത ഏറ്റവും കൂടുതൽ പ്ലവക്ഷമ ബലം അനുഭവപ്പെടുന്നത്. സാന്ദ്രത കൂടുമ്പോൾ പ്ലവക്ഷമ ബലം കൂടുമെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു ടേബിളിൽ നമുക്ക് ഏതിനാണ് ഏറ്റവും കൂടുതൽ പ്ലവക്ഷമ ബലം അനുഭവപ്പെടുക? നോക്കൂ. ഈ തേനിനകത്ത് വെക്കുകയാണെങ്കിലാണ് അല്ലേ? ഇപ്പോൾ തേൻ നമ്മളുടെ ഈ ഒരു എക്സ്പെരിമെൻറ്റിലില്ല. അങ്ങനെയാണെങ്കിൽ ഗ്ലിസറിനിൽ വെക്കുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ പ്ലവക്ഷമ ബലം അനുഭവപ്പെടുക. ഏറ്റവും കുറവ് പ്ലവക്ഷമ ബലം അനുഭവപ്പെടുന്നത് എവിടെ വെക്കുമ്പോഴാണ്? മണ്ണെണ്ണയിൽ വെക്കുമ്പോഴാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ സാന്ദ്രത കൂടിയ ദ്രാവകത്തിൽ വെക്കുമ്പോൾ പ്ലവക്ഷമ ബലവും കൂടുതലാണ് അനുഭവപ്പെടുക എന്നുള്ള പോയിൻ്റാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കേണ്ടത്. നോക്കിക്കേ, ഇനി ഇവിടെ ഒരു ഡെഡ് സീയിലെ കാര്യം പറഞ്ഞിട്ടുണ്ട്. സാന്ദ്രത തന്നെ താരം എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. അവിടെ എന്താണ്? ഇസ്രായേലിനും ജോർദാനിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഉപ്പുജല തടാകമാണ് ചാവുകടൽ അഥവാ ഡെഡ് സീ. ഇസ്രായേലിനും ജോർദാനിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഉപ്പുജല തടാകമാണ് ചാവുകടൽ.
കടലല്ലാഞ്ഞിട്ടും വലിപ്പക്കൂടുതൽ കൊണ്ടും ഉപ്പിൻ്റെ അധിക സാന്നിധ്യം കൊണ്ടും കപ്പൽ എന്ന പേര് വന്ന തടാകമാണിത്. ഇതിൽ സമുദ്രത്തേക്കാൾ ലവണാംശം വളരെ കൂടുതലാണ്. എന്താണ് ഇവിടുത്തെ പ്രത്യേകത? സമുദ്രജലത്തേക്കാൾ കൂടുതൽ ലവണാംശം ഉണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ കടലിലെ ഉപ്പുവെള്ളത്തിനേക്കാൾ സാന്ദ്രത കൂടുതലാണ് ഈ ഡെഡ് സീയിലെ ജലത്തിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വൻതോതിലുള്ള ലവണാംശം സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വളർച്ചയ്ക്ക് അനുയോജ്യമല്ല. അപ്പോൾ ഇവിടെ സാന്ദ്രത കൂടുതലായ കാരണമാണ് ഇവിടെ കിടന്ന് പേപ്പർ വായിക്കുന്ന വ്യക്തി മുങ്ങിപ്പോവാതെ ആ ഒരു വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന് അയാൾക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, സാന്ദ്രത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ പൊങ്ങിക്കിടക്കുന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി ഇവിടുത്തെ പോയിന്റ് എന്താണ് നമ്മൾ പറഞ്ഞത്? ദ്രാവകത്തിൻ്റെ സാന്ദ്രതയ്ക്ക് അനുസരിച്ച് പ്ലവക്ഷമ ബലം വ്യത്യാസപ്പെടുന്നു എന്നുള്ളതാണ്. ഇനി ഇവിടെ 1-2 ചോദ്യങ്ങൾ കൂടി തന്നിട്ടുണ്ട്. എന്താണ്? ശുദ്ധജലത്തിൽ കോഴിമുട്ട താഴ്ന്നു പോകുന്നുവെങ്കിലും പൂരിത ഉപ്പുലായനിയിൽ പൊങ്ങിക്കിടക്കുന്നു. അതായത് പൂരിത ഉപ്പുലായനി എന്ന് പറയുമ്പോൾ അവിടെ സാന്ദ്രത കൂടുതലാണ്. എത്രയാണ് നമ്മൾ ഉപ്പിൻ്റെ സാന്ദ്രത പറഞ്ഞത്? ഉപ്പുവെള്ളത്തിൻ്റെ 1025 അപ്പോൾ അവിടെ സാന്ദ്രത കൂടുതലായതുകൊണ്ട് എന്ത് ചെയ്യും? കോഴിമുട്ട പൊങ്ങിക്കിടക്കും ഉപ്പുവെള്ളത്തിൽ. കപ്പൽ ശുദ്ധജല തടാകത്തിൽ നിന്ന് കടലിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ ഉയരുന്നു. കാരണം എന്താണ്? ശുദ്ധജല തടാകത്തിലെ ജലത്തിന് സാന്ദ്രത കുറവും, അതുപോലെ കപ്പൽ എങ്ങോട്ട് കടക്കാണ്? കടലിലേക്ക് കടക്കുമ്പോൾ അവിടെ സാന്ദ്രത കൂടുതലുമാണ്. അപ്പോൾ സാന്ദ്രത കൂടുതലാവുമ്പോൾ കപ്പൽ കുറച്ചും കൂടി എന്ത് ചെയ്യും? ഉയരത്തിൽ പൊങ്ങിക്കിടക്കും. ഇനി ചാവ് കടലിൽ ആരും തന്നെ പൂർണ്ണമായും മുങ്ങി പോകുന്നില്ല. കാരണം എന്താണ്? അവിടെ ലവണാംശം കൂടുതലാണ്, സാന്ദ്രത കൂടുതലാണ്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തൊരു പോയിന്റ് നോക്കാം കേട്ടോ. അടുത്തൊരു ബോക്സ് തന്നിട്ടുണ്ട് ഇവിടെ. എന്താണ്? ചെമ്പുകട്ടയുടെ വായുവിലെ ഭാരം, ജലത്തിലെ ഭാരം, പ്ലവക്ഷമ ബലം. പ്ലവക്ഷമ ബലം എന്ന് പറഞ്ഞാൽ എന്താണ്? വായുവിലെ ഭാരം കാണുക, ജലത്തിലെ ഭാരം കാണുക, രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ചെമ്പുകട്ട, ഇരുമ്പുകട്ട രണ്ടെണ്ണം തന്നിട്ടുണ്ട്. ഇതിൽ ചെമ്പുകട്ടയ്ക്ക് എന്താണ്? മാസ് കൂടുതലാണ് അല്ലേ? കാണുമ്പോൾ തന്നെ നമുക്കറിയാം വ്യാപ്തം അവിടെ കൂടുതലാണ്. ചെമ്പുകട്ടയ്ക്കോ വ്യാപ്തം അവിടെ കുറവാണ്. അപ്പോൾ ഇവിടെ പ്ലവക്ഷമ ബലം ഏതിനാണ് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുക? ഏതിനാ വരിക? ഇരുമ്പ് കട്ടയ്ക്കാണ് വരിക. അതങ്ങനെയാണെങ്കിൽ വ്യാപ്തവും ഇവിടെ കൂടുതൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. വ്യാപ്തം കൂടുതൽ ഏതിനാണ്? ഇരുമ്പ് കട്ടയ്ക്കാണെന്ന് നമുക്ക് ചിത്രം കാണുമ്പോൾ തന്നെ അറിയാം. കണ്ടല്ലോ, ഇരുമ്പ് കട്ടയ്ക്കാണ് ഇവിടെ എന്ത്? വ്യാപ്തം കൂടുതൽ. അപ്പോൾ ഇവിടുത്തെ പോയിന്റ്, പൂർണ്ണമായിട്ടും ദ്രവത്തിൽ മുങ്ങിയിരിക്കുന്ന ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം അതിൻ്റെ വ്യാപ്തത്തെ ആശ്രയിച്ചിരിക്കും. എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്തിട്ടില്ല, പക്ഷെ പോയിന്റ് ഇതാണ്. എന്താണ്? പൂർണ്ണമായിട്ടും ദ്രവത്തിൽ മുങ്ങിയിരിക്കുന്ന ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം അതിൻ്റെ വ്യാപ്തത്തെ ആശ്രയിച്ചിരിക്കും എന്നുള്ളതാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ 2 പോയിന്റ്സ് ആണ് പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഏതൊക്കെയാണ്? ഒന്ന് ദ്രവത്തിൻ്റെ സാന്ദ്രത, മറ്റൊന്ന് വസ്തുവിൻ്റെ വ്യാപ്തം. വസ്തുവിൻ്റെ വ്യാപ്തവും ദ്രവത്തിൻ്റെ സാന്ദ്രതയും പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങളാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി ഈ ഭാഗത്തൊന്ന് ചോദിച്ചിട്ടുള്ള ഒരു PYQ ഞാൻ പറയാം. അതായത് ഒരേ മാസുള്ള ചെമ്പ് കട്ടയിലും ഇരുമ്പ് കട്ടയിലും അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം ഒരുപോലെ അല്ല. എന്താണ് ചോദ്യം? ഒരേ മാസാണ്, ചെമ്പ് കട്ടയ്ക്കും ഇരുമ്പ് കട്ടയ്ക്കും ഒരേ മാസാണെങ്കിൽ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം ഒരുപോലെ അല്ല. എന്തായിരിക്കും അതിന് കാരണം? അതിന് കാരണം വ്യാപ്തത്തിലുള്ള വ്യത്യാസമാണ്. വ്യാപ്തത്തിലുള്ള വ്യത്യാസം. ഇനി മറ്റൊരു ചോദ്യം, 2 ലോഹ കഷ്ണങ്ങൾ ഒരേ ലായനിയിൽ മുക്കിയപ്പോൾ 2 ലോഹ കഷ്ണങ്ങൾ ഒരു ലായനിയിൽ മുക്കിയപ്പോൾ അവയ്ക്ക് ഒരേ പ്ലവക്ഷമ ബലമാണ് അനുഭവപ്പെടുന്നത് എങ്കിൽ അതിൻ്റെ ഡാഷ് തുല്യമാണ്. 2 ലോഹ കഷ്ണങ്ങൾ ഒരു ലായനിയിൽ മുക്കിയപ്പോൾ അവയ്ക്ക് ഒരേ പ്ലവക്ഷമ ബലമാണ് അനുഭവപ്പെടുന്നത് എങ്കിൽ അവയ്ക്ക് എന്താണ് തുല്യമായിരിക്കുന്നത്? അവയുടെ വ്യാപ്തം തുല്യമാണ് അല്ലേ? അപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഒന്നുമില്ല. പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ദ്രവത്തിൻ്റെ സാന്ദ്രതയും മറ്റേത് വസ്തുവിൻ്റെ വ്യാപ്തവുമാണെന്ന പോയിന്റാണ് ഓർത്തിരിക്കേണ്ടത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നത്. ഇനി അടുത്തത് ആർക്കിമിഡീസ് തത്വമാണ്. അപ്പോൾ ആർക്കിമിഡീസ് തത്വം ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ വായിക്കാത്ത ഇവിടെ ഒരു എക്സ്പെരിമെൻറ്റ് പറയുന്നുണ്ട്. അത് ആദ്യം വായിച്ചിട്ട് ആർക്കിമിഡീസ് തത്വത്തിലേക്ക് വരാം. ഇത് ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾക്ക് വായിക്കാനായിട്ട് വിട്ടു തരികയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് എന്താണെന്നുള്ളത് നോക്കാം. ഈ ഭാഗമാണ്. ഹെയ്റോ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം സ്വർണ്ണ പണിക്കാരൻ ഒരു കിരീടം നിർമ്മിച്ച് നൽകി. ആ സ്വർണ്ണ കിരീടത്തിൽ മായം കലർന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ രാജാവ് ആർക്കിമിഡീസിനോട് കൽപ്പിച്ചു. ഈ പ്രശ്നം ആർക്കിമിഡീസിനെ വല്ലാതെ കുഴക്കി.
ശുദ്ധമായ സ്വർണത്തിന്റെ സാന്ദ്രത കണ്ടെത്താൻ സ്വർണ്ണക്കട്ടിയുടെ മാസിനെ അതിന്റെ വ്യാപ്തം കൊണ്ട് ഹരിച്ചാൽ മതി എന്ന് അദ്ദേഹത്തിന് അറിയാം. നമുക്കറിയാം എന്താണ് സാന്ദ്രത കാണാൻ വേണ്ടിയിട്ട് എന്താണ് ഇക്വേഷൻ എന്നുള്ളത്, എന്താണ് മാസ് ബൈ വ്യാപ്തം. ഓക്കെ, അപ്പം ഇങ്ങനെ സാന്ദ്രത കണ്ടെത്താൻ വേണ്ടിയിട്ട് മാസിനെ ആ വ്യാപ്തം കൊണ്ട് ഹരിച്ചാൽ മതി എന്ന് അദ്ദേഹത്തിന് അറിയാം. എന്നാൽ കിരീടത്തിന് എന്താണ് വേറൊരു പ്രത്യേക ഷേപ്പാണ് അല്ലേ. അപ്പോൾ ആ ഒരു കിരീടത്തിന് യാതൊരു കുഴപ്പവും യാതൊരു കേടുപാടും പറ്റാനും പാടില്ല, അതാണ് കണ്ടീഷൻ. അപ്പോൾ യാതൊരു കുഴപ്പവും ഈ ഒരു കിരീടത്തിന് പറ്റാതെ അതിൻ്റെ വ്യാപ്തം എങ്ങനെ കണ്ടുപിടിക്കുമെന്നുള്ളതാണ് അദ്ദേഹത്തെ കുഴക്കിയ പ്രശ്നം. അപ്പോൾ ഒരു ദിവസം കുളിക്കാനായി പൂർണ്ണമായിട്ടും ജലം നിറച്ച കുളിത്തൊട്ടിലിൽ കയറിക്കിടന്നപ്പോൾ ജലം കവിഞ്ഞൊഴുകുന്നതായി പതിവില്ലാതെ അദ്ദേഹം ശ്രദ്ധിച്ചു. ഇതിൽ നിന്ന് ഒരു വസ്തുവിൻ്റെ വ്യാപ്തം കണക്കാക്കാൻ ആ വസ്തു ആദേശം ചെയ്യുന്ന ജലത്തിൻ്റെ വ്യാപ്തം കണ്ടെത്തിയാൽ മതി എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ കിരീടത്തിൻ്റെ വ്യാപ്തം സാന്ദ്രതയും കണ്ടെത്തി കിരീടത്തിൽ മായം കലർന്നിട്ടുണ്ട് എന്ന് ആർക്കിമിഡീസ് ഉറപ്പിച്ചു. ഓക്കെ, ഓർത്തു വയ്ക്കുക, ഒരു വസ്തുവിൻ്റെ സാന്ദ്രത കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ആ വസ്തുവിൻ്റെ മാസിനെ അതിൻ്റെ വ്യാപ്തം കൊണ്ട് ഹരിച്ചാൽ മതി. ഓക്കെ, വ്യാപ്തം കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ ഒരു കിരീടത്തിന് യാതൊരു കേടുപാടും വരാനും പാടില്ല, എന്നാൽ അതിൽ മായം കലർന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്തുകയും വേണം. അപ്പോൾ ഇദ്ദേഹം എന്താണ് ചെയ്തത്? പൂർണ്ണമായിട്ടും ജലം നിറച്ച ഒരു കുളിത്തൊട്ടിലിൽ കയറി കിടന്നു. അപ്പോൾ ഇദ്ദേഹം അതിലേക്ക് കിടന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബോഡിയുടെ മാസിനോളം ജലം ആദേശം ചെയ്തു. അപ്പോൾ ആ ഒരു ആദേശം ചെയ്ത ജലത്തിൻ്റെ അതേ ഭാരം തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ബോഡിക്ക് അല്ലേ, അത് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. അതേപോലെ തന്നെയാണ് ഈ ഒരു കിരീടത്തിൽ മായം കലർന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടി അദ്ദേഹം ഈ ഒരു ടെക്നിക്ക് തന്നെയാണ് യൂസ് ചെയ്തത്. അപ്പോൾ ക്ലിയർ ആയല്ലോ, ഇതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. എന്താണ്? ഒരു വസ്തു ദ്രാവകത്തിൽ പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ മുങ്ങിയിരിക്കുമ്പോൾ ആ വസ്തുവിൽ ദ്രവം പ്രയോഗിക്കുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഇതാണ് ആർക്കിമിഡീസ് തത്വം. ഒന്നുകൂടെ വായിക്കാം. ഒരു വസ്തു ദ്രവത്തിൽ പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ മുങ്ങിയിരിക്കുമ്പോൾ ആ വസ്തുവിൽ ദ്രവം പ്രയോഗിക്കുന്ന പ്ലവക്ഷമ ബലം ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും എന്നുള്ളതാണ് ആർക്കിമിഡീസ് തത്വം. മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഇരിക്കുകയാണ്, ഇത്രയും വെള്ളം. ഇതിലേക്ക് നമ്മളൊരു കല്ല് വെച്ചു. ഓക്കെ, ഒരു കല്ല് വെച്ചു. ഇത് ഭാഗികമായിട്ടാണ് നമ്മൾ വെച്ചത്. അപ്പോൾ എങ്ങനെയായാലും ഈ കല്ല് വെച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് എന്ത് ചെയ്യും? ഈ എന്തൊരു സാധനം നമ്മളത് വെള്ളത്തിൽ കൊണ്ടിട്ടാലും എന്ത് ചെയ്യും? ഒന്നുകിൽ പാത്രം തുളുമ്പി പുറത്തേക്ക് പോകും, ഇല്ലെങ്കിൽ ആ ഒരു ജലത്തിൻ്റെ പാത്രത്തിൻ്റെ പുറത്തോട്ട് വന്നില്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഹൈറ്റ് ഒന്ന് കൂടും അല്ലേ, ആ വെച്ച ജലത്തിൻ്റെ ഹൈറ്റ് ഒന്ന് കൂടും. ഇതിനെയാണ് ആദേശം ചെയ്യുന്നത് എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? എത്രത്തോളം വെള്ളം ഓൾറെഡി ഉണ്ടായിരുന്നോ അതിലേക്ക് നമ്മളൊരു ഭാരമുള്ള വസ്തു കൊണ്ടിടുമ്പോൾ കുറച്ച് ആ വെള്ളത്തിൻ്റെ ഹൈറ്റ് ഒന്ന് കൂടും. അപ്പോൾ അത്രയുമാണ് ആദേശം ചെയ്തത്. അപ്പോൾ ഇവിടെ ആദേശം ചെയ്ത ജലത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഇത്രയും ഭാഗമാണല്ലോ ആണ്. അപ്പോൾ ഇത്രയും ജലം നമ്മൾ മറ്റൊരു ബീക്കറിലേക്ക് കളക്ട് ചെയ്യാണ്. ഓക്കെ, ഈ ആദേശം ചെയ്ത അത്രയും വെള്ളം നമ്മൾ ഈ ഒരു ബീക്കറിലേക്ക് കളക്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ ഭാരം എത്രയാണോ അത് തന്നെയാണ് ഇവിടെ നമ്മൾ ഇമ്മേഴ്സ് ചെയ്തിട്ടുള്ള വസ്തുവിൻ്റെ ഭാരം എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ? ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, ആ വെള്ളം ഇരുന്ന പാത്രത്തിലേക്ക് നമ്മളൊരു എന്തെങ്കിലും ഒരു ബോഡി ഇമ്മേഴ്സ് ചെയ്തപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഹൈറ്റ് ഒന്ന് കൂടി. ഈ വെള്ളത്തിൻ്റെ ഹൈറ്റ് കൂടിയ ഇത്രയും ഭാഗം നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് കളക്ട് ചെയ്തു. ഈ കളക്ട് ചെയ്ത ജലത്തിൻ്റെ അതേ ഭാരം തന്നെയായിരിക്കും നമ്മളിവിടെ ഇമ്മേഴ്സ് ചെയ്തിട്ടുള്ള ബോഡിയുടെ ഭാരം എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നേ. അപ്പോൾ ഈ ഒരു കാര്യമാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത്, ആർക്കിമിഡീസ് തത്വം. ഒരു വസ്തു ദ്രവത്തിൽ പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ മുങ്ങിയിരിക്കുമ്പോൾ ആ വസ്തുവിൽ ദ്രവം പ്രയോഗിക്കുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഇതാണ് ആർക്കിമിഡീസ് തത്വം. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് പ്ലവന തത്വം അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ പ്ലവന തത്വത്തിൽ പറയുന്നത് എന്താണ്? പ്ലവക്ഷമ ബലവും ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരവും തമ്മിലുള്ള ബന്ധം നമ്മൾ മനസ്സിലാക്കിയല്ലോ എന്നാണ്. എന്താണ്? പ്ലവക്ഷമ ബലവും ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരവും ഈക്വൽ ആയിരിക്കും അല്ലേ, തുല്യമായിരിക്കും നമ്മൾ പഠിച്ചു. ഓക്കെ, ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മളങ്ങനെ പഠിച്ചു. ഇനി അവിടെ നോക്കിയേ, ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. ആർക്കിമിഡീസ് തത്വം തെളിയിക്കുന്നതിന് വേണ്ടി ചെയ്ത പരീക്ഷണത്തിൽ കല്ല്, ഗ്ലാസ് സ്ലാബ് എന്നിവയ്ക്ക് പകരം നമ്മൾ മരക്കട്ടയും മെഴുകുകട്ടയും ഉപയോഗിച്ചിട്ടാണ് ഈ പരീക്ഷണം ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ മരക്കട്ട അല്ലെങ്കിൽ മെഴുകുകട്ട എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത? അത് ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നതാണ്. ഓക്കെ, വസ്തുവിലെ ഭാരവും ആദേശം ചെയ്യുന്ന ജലത്തിലെ ഭാരവും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ കണ്ടെത്തുന്നത്. അപ്പം മരക്കട്ട, മെഴുകുകട്ട എന്നീ വസ്തുക്കൾ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നതാണ്.
അപ്പോൾ അതിൽ വായുവിലെ ഭാരം നമുക്കൊരു എക്സാമ്പിളായിട്ട് വായുവിലെ ഭാരം ഒരു 3 ന്യൂട്ടൺ ആണ് എന്നെടുക്കാം. 3 ന്യൂട്ടൺ ആണെന്ന് ഇരിക്കട്ടെ. ജലത്തിലെ ഭാരം, ജലത്തിൽ ഇത് പൊങ്ങിക്കിടക്കുകയാണല്ലോ, അപ്പോൾ ജലത്തിലെ ഭാരം തീർച്ചയായിട്ടും എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയെങ്കിൽ പ്ലവക്ഷമ ബലം എന്താണ്? പ്ലവക്ഷമ ബലം എന്ന് പറഞ്ഞാൽ വായുവിലെ ഭാരം മൈനസ് ജലത്തിലെ ഭാരമാണ്. പ്ലവക്ഷമ ബലം എന്നത് 3 ന്യൂട്ടൺ തന്നെയായിരിക്കും. ഈ പ്ലവക്ഷമ ബലം തന്നെയാണ് എന്ത്? ആദേശം ചെയ്യുന്ന ജലത്തിലെ ഭാരം. ആദേശം ചെയ്ത ജലത്തിന്റെ ഭാരവും എന്ത് തന്നെയാണ്? 3 ന്യൂട്ടൺ ആണ്. വസ്തു ഇവിടെ പൊങ്ങിക്കിടക്കുകയാണ്. പൊങ്ങിക്കിടക്കുമ്പോൾ വായുവിലെ ഭാരം തന്നെയായിരിക്കും ആദേശം ചെയ്ത ജലത്തിന്റെ ഭാരം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇതാണ് ഇവിടുത്തെ പോയിന്റ്. വസ്തു പൊങ്ങിക്കിടക്കുമ്പോൾ, വസ്തു ജലത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ വായുവിലെ ഭാരം തന്നെയാണ് ആദേശം ചെയ്ത ജലത്തിന്റെ ഭാരം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി പ്ലവന തത്വത്തെക്കുറിച്ചുകൂടെ പറയുന്നുണ്ട്. എന്താണ്? ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കും വസ്തുവിന്റെ ഭാരവും വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരവും തുല്യമാണ്. വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിന്റെ ഭാരവും വസ്തു ആദേശം ചെയ്ത ദ്രവത്തിന്റെ ഭാരവും തുല്യമാണ്. അതാണ് പ്ലവന തത്വം. ഇനി അങ്ങനെയെങ്കിൽ ഒരു ദ്രവത്തിൽ മുങ്ങിക്കിടക്കുന്ന വസ്തുവിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തുവിൻ്റെ ഭാരത്തേക്കാൾ കുറവായിരിക്കും. ഒരു ദ്രവത്തിൽ മുങ്ങിക്കിടക്കുന്ന വസ്തുവാണെങ്കിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത് വസ്തുവിൻ്റെ ഭാരത്തേക്കാൾ കുറവായിരിക്കും. അപ്പോൾ വസ്തുവിടെ ഇവിടെ ഈ ഒരു ബീക്കറിൽ നമ്മളൊരു കല്ലിട്ടു. ഈ കല്ലിട്ടു എന്ന് പറയുമ്പോൾ ഈ വസ്തു ഇവിടെ മുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ഈ വസ്തു താഴേക്ക് കൊടുക്കുന്ന ബലം എന്ന് പറയുന്നത് ഈ മുകളിലേക്ക് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലത്തേക്കാൾ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വസ്തു ഇവിടെ താഴ്ന്നു കിടക്കുന്നത്, അല്ലേ? വസ്തുവിൻ്റെ ഭാരം ഇവിടെ കൂടുതലാണ്, പ്ലവക്ഷമ ബലം കുറവുമാണ്. അതായത് ഈ ദ്രവത്തിൽ മുങ്ങിക്കിടക്കുന്ന വസ്തുവിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം കുറവും വസ്തുവിൻ്റെ ഭാരം കൂടുതലുമാണ്. അതാണ് വസ്തു താഴ്ന്നു കിടക്കാനായിട്ട് കാരണം. ഇനി വസ്തു പൊങ്ങിക്കിടക്കുകയാണെങ്കിൽ എന്താണ് അവസ്ഥ? ഇവിടെ വസ്തു പൊങ്ങിക്കിടക്കുകയാണെങ്കിൽ ഇവിടെ പ്ലവക്ഷമ ബലം കൂടുതലാണ്. പ്ലവക്ഷമ ബലം കൂടുതലും വസ്തുവിൻ്റെ ഭാരം കുറവുമാണ്. ഓക്കെ, ആ ഒരു കണക്ഷൻ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അതാണ് പ്ലവന തത്വം എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഈ ഭാഗത്ത് 2 ചോദ്യങ്ങളാണുള്ളത്. തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ബോട്ട് 6000 കിലോഗ്രാം ജലം ആദേശം ചെയ്യുന്നു. 6000 കിലോഗ്രാം ജലം ആദേശം ചെയ്യുന്നു. ബോട്ടിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം എത്രയായിരിക്കും? ചോദ്യം ഒന്ന് ശ്രദ്ധിച്ച് വായിക്കണേ. തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ബോട്ട് 6000 കിലോഗ്രാം ജലം ആദേശം ചെയ്യുന്നു. സ്ഥിതി ചെയ്യുന്ന ബോട്ട് എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അവസ്ഥ? അത് ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നതാണ്, അല്ലേ? വസ്തു ജലത്തിൽ പൊങ്ങിക്കിടക്കുകയാണെങ്കിൽ വസ്തുവിൻ്റെ ഭാരം എന്ന് പറയുന്നത് എന്താണ്? ആദേശം ചെയ്യപ്പെടുന്ന ആ ഒരു ജലത്തിൻ്റെ ഭാരവും ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, വസ്തു ജലത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിൻ്റെ ഭാരം എന്ന് പറയുന്നത് ആദേശം ചെയ്യപ്പെടുന്ന ജലത്തിൻ്റെ ഭാരം തന്നെയാണ്. അപ്പം ഇവിടെ എന്താണ് ചോദ്യം? തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ബോട്ട് 6000 കിലോഗ്രാം ജലമാണ് ആദേശം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ബോട്ടിൻ്റെ ഭാരവും എത്ര തന്നെയാണ്? 6000 കിലോഗ്രാം തന്നെയാണ്. നമുക്കത് ന്യൂട്ടണിലാണ് നമ്മൾ പറയാറ്, അല്ലേ? ഭാരം എന്ന് പറയുന്നത് നമ്മൾ ന്യൂട്ടണിലാണ് പറയാറ്. അപ്പോൾ W = ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? മാസ് ഇൻറ്റു ഗ്രാവിറ്റേഷൻ ആണ്. അപ്പോൾ മാസ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 6000 കിലോഗ്രാം ആണ്. 6000 കിലോഗ്രാം ഇൻറ്റു G എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 9.8 ആണ്. 9.8 അത് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് അതിൻ്റെ ആൻസർ കിട്ടുക? 98 × 6 ആണ്. നോക്കട്ടെ. അപ്പോൾ 5880 ന്യൂട്ടൺ. ഇത്രയും ന്യൂട്ടൺ ആണ് നമുക്ക് കിട്ടുക കേട്ടോ. ഇത്രയും ന്യൂട്ടൺ ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, 58,800 ന്യൂട്ടൺ ആണ് നമുക്ക് ഈ ഒരു ബോട്ടിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം എന്നുള്ളതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആയോ? 58,800 ന്യൂട്ടൺ. ക്ലിയർ ആയല്ലോ? അത് കിട്ടുന്നത് എങ്ങനെയാണെന്ന്? 6000 കിലോഗ്രാം തന്നെയാണ് ഇതിൻ്റെ പ്ലവക്ഷമ ബലം. ഈ പ്ലവക്ഷമ ബലം നമ്മൾ സാധാരണ പറയുന്നത് എങ്ങനെയാണ്? ന്യൂട്ടൺ ഇതിലാണ്, ന്യൂട്ടൺ യൂണിറ്റിലാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതിനെ 6000 × 9.8 ചെയ്തിട്ട് 58,800 ന്യൂട്ടൺ നമുക്ക് കിട്ടിയത്. ക്ലിയർ ആയല്ലോ അല്ലേ? ഇനി നമുക്ക് അടുത്തൊരു പോയിന്റിലോട്ട് വരാം, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം എന്താണ്? വായുവിൽ 0.45 കിലോഗ്രാം വെയിറ്റ് ഭാരമുള്ള ഒരു വസ്തു മുഴുവനായും ജലത്തിൽ മുങ്ങിയിരിക്കുമ്പോഴുള്ള ഭാരം 0.31 കിലോഗ്രാം വെയിറ്റ് ആണ് എങ്കിൽ താഴെ കൊടുത്തിട്ടുള്ളവ കണ്ടെത്തുക. വസ്തുവിനുണ്ടാവുന്ന ഭാരനഷ്ടമാണ് കണ്ടെത്തേണ്ടത്. ആദ്യം വസ്തുവിനുണ്ടാവുന്ന ഭാരനഷ്ടം കണ്ടെത്തുന്നത് എങ്ങനെയാണ്? നമുക്കറിയാം, അല്ലേ? 0.45 വായുവിലെ ഭാരം മൈനസ് ജലത്തിലെ ഭാരമാണ്. അപ്പോൾ വായുവിലെ ഭാരം എന്ന് പറയുന്നത് 0.45 കിലോഗ്രാം വെയിറ്റ് ആണ്. അതുപോലെ ജലത്തിലെ ഭാരം എന്ന് പറയുന്നത് 0.31 ആണ്. 0.31 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ആൻസർ കിട്ടും. എത്രയാണ് കിട്ടുക? 0.14 കിലോഗ്രാം വെയിറ്റ് ആണ് കിട്ടുന്നത്. കിലോഗ്രാം വെയിറ്റ്. ഈ കിലോഗ്രാം വെയിറ്റിനെ നമുക്ക്
ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? 0.14 ഇൻറ്റു 9.8 എന്നാണ് ചെയ്യേണ്ടത്. 9.8 എന്നുള്ള ഗ്രാവിറ്റി. ഓക്കെ, അപ്പോൾ എത്ര വരും ആൻസർ? 1.372 ന്യൂട്ടൺ ആണ് വരുന്നത് കേട്ടോ. ഇതാണ് ന്യൂട്ടണിലേക്ക് വരുമ്പോൾ. അപ്പോൾ ഇതിലെ പ്ലവക്ഷമ ബലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വസ്തുവിൻ്റെ ഭാരനഷ്ടത്തിന് തന്നെയല്ലേ നമ്മൾ പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. വായുവിലെ ഭാരം മൈനസ് ജലത്തിലെ ഭാരം, അതാണ് എന്ത്? പ്ലവക്ഷമ ബലം, അല്ലെങ്കിൽ ആദേശം ചെയ്യുന്ന വസ്തുവിൻ്റെ ഭാരം. അത് തന്നെയാണ് എന്ത്? ഭാരനഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ ആദേശം ചെയ്ത ജലത്തിൻ്റെ ഭാരം എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? 1.372 ന്യൂട്ടൺ ആണ്. അപ്പോൾ ഈ മൂന്ന് ചോദ്യത്തിൻ്റെ ആൻസർ നമുക്ക് എത്ര വരും? 1.372 ന്യൂട്ടൺ എന്നുള്ളതാണ് വരിക. ക്ലിയർ ആയോ? മനസ്സിലായല്ലോ അല്ലേ? ഇനി നമുക്ക് ആപേക്ഷിക സാന്ദ്രത അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റിയെ കുറിച്ചാണ് നോക്കേണ്ടത്. ആപേക്ഷിക സാന്ദ്രത എന്താണെന്ന് അറിയാമല്ലോ. എന്താണ്? നമ്മൾ കഴിഞ്ഞ ദിവസം ആ ഒരു ചാപ്റ്ററിൽ പറഞ്ഞ കാര്യമാണ്. നോക്കാം നമുക്ക്. ഇവിടെ ജലത്തേക്കാൾ സാന്ദ്രത കൂടിയത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ജലത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞത് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അറിയാമോ ഏതൊക്കെയാണ് ജലത്തിനേക്കാൾ സാന്ദ്രത കൂടിയതെന്ന്? ഓക്കെ, ജലത്തിനേക്കാൾ സാന്ദ്രത കൂടിയത് നോക്കൂ, ഗ്ലിസറിൻ, അതുപോലെ പൂരിത ഉപ്പ് ലായനി. നമ്മൾ ഈ ടേബിൾ നേരത്തെ പഠിച്ചിരുന്നില്ലേ? അപ്പോൾ അതിലുണ്ടത് അല്ലേ. ഗ്ലിസറിൻ, പൂരിത ഉപ്പ് ലായനി, ഇതൊക്കെ എന്താണ്? ജലത്തേക്കാൾ സാന്ദ്രത കൂടിയിട്ടുള്ള കാര്യങ്ങളാണ്. ജലത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞത് ഏതൊക്കെയാണ്? മണ്ണെണ്ണ, വെളിച്ചെണ്ണ, അങ്ങനെയുള്ള സാധനങ്ങൾ, പെട്രോൾ, സ്പിരിറ്റ്, ഇതിനൊക്കെ എന്താണ്? ജലത്തിനേക്കാൾ സാന്ദ്രത കുറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങൾ നോക്കുക. ഇനി ജലത്തിൻ്റെ സാന്ദ്രത, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പോയിന്റാണ്. ജലത്തിൻ്റെ സാന്ദ്രത 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. ജലത്തിൻ്റെ സാന്ദ്രത 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. അപ്പോൾ ആപേക്ഷിക സാന്ദ്രത അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി എന്താണെന്നാണ് നമ്മൾ ഈ ഭാഗത്ത് പഠിക്കുന്നത്. മറ്റു പദാർത്ഥങ്ങളുടെ സാന്ദ്രത ജലത്തിൻ്റെ സാന്ദ്രതയുമായി താരതമ്യപ്പെടുത്തേണ്ട സന്ദർഭങ്ങൾ നമ്മുടെ സയൻസിൽ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒരു പദാർത്ഥത്തിൻ്റെ സാന്ദ്രത ജലത്തിൻ്റെ സാന്ദ്രതയുടെ എത്ര മടങ്ങാണ്? എങ്ങനെയാണ്? ഒരു പദാർത്ഥത്തിൻ്റെ സാന്ദ്രത ജലത്തിൻ്റെ സാന്ദ്രതയുടെ എത്ര മടങ്ങാണ് എന്ന് പറയുന്നതാണ് ആപേക്ഷിക സാന്ദ്രത അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടെത്താൻ വേണ്ടിയിട്ട് പദാർത്ഥത്തിൻ്റെ സാന്ദ്രത ബൈ ജലത്തിൻ്റെ സാന്ദ്രതയാണ് ചെയ്യേണ്ടത്. പദാർത്ഥത്തിൻ്റെ സാന്ദ്രത ബൈ ജലത്തിൻ്റെ സാന്ദ്രത. അങ്ങനെയെങ്കിൽ നമുക്ക് മണ്ണെണ്ണയുടെ സാന്ദ്രത ഒന്ന് കണ്ടുപിടിക്കാം. മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ ഇക്വേഷൻ പറഞ്ഞു. പദാർത്ഥത്തിൻ്റെ സാന്ദ്രത, ഇവിടെ പദാർത്ഥം എന്താണ്? മണ്ണെണ്ണയാണ്. മണ്ണെണ്ണയുടെ സാന്ദ്രത നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എത്രയാ? 810 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. 810 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അപ്പോൾ മണ്ണെണ്ണയുടെ സാന്ദ്രത ബൈ ജലത്തിൻ്റെ സാന്ദ്രതയാണ് നമ്മളോട് ചെയ്യുന്നത്. മണ്ണെണ്ണയുടെ സാന്ദ്രത എന്ന് പറഞ്ഞാൽ 810 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. അതുപോലെ ജലത്തിൻ്റെ സാന്ദ്രത നമ്മൾ പറഞ്ഞു 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. അപ്പോൾ ഇതിലെ ഈ 2 യൂണിറ്റ് നമുക്ക് ക്യാൻസൽ ചെയ്യാമല്ലോ. അപ്പോൾ 810/100 എത്ര വരും നമുക്ക് ആൻസർ? 0.81 എന്ന് വരും അല്ലേ? 0.81. ഇനി യൂണിറ്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ 0.81 ആണ് എന്ത്? മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജലത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത എന്ന് കണ്ടാലോ. ജലത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുമ്പോൾ വസ്തുവിൻ്റെ സാന്ദ്രത ബൈ ജലത്തിൻ്റെ സാന്ദ്രതയാണ് കാണുന്നത്. നമ്മൾ ജലത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത കാണുമ്പോൾ ഇവിടുത്തെ വസ്തു എന്ന് പറയുന്നത് എന്താണ്? ജലം തന്നെയാണ് അല്ലേ. അപ്പോൾ ജലത്തിൻ്റെ സാന്ദ്രത 1000 ബൈ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് എന്തുകൊണ്ട് തന്നെയാണ്? ജലത്തിൻ്റെ സാന്ദ്രത കൊണ്ട് തന്നെയാണ്. നമ്മളിവിടെ കാണുന്നത് ജലത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രതയാണ്. അപ്പോൾ വസ്തുവിൻ്റെ സാന്ദ്രത, ഇവിടെ ജലത്തിൻ്റെ സാന്ദ്രത 1000 അത് എഴുതി. അതുപോലെ ഡിവൈഡ് ചെയ്യേണ്ടത് ജലവുമായിട്ടല്ലേ നമ്മൾ താരതമ്യം ചെയ്യുന്നത്. അപ്പോൾ 1000/1000 അപ്പോൾ എത്ര വരും? 1. ജലത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത എത്രയാണ്? 1 ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം, നമുക്ക് ആവശ്യം വരും കേട്ടോ. ഹൈഡ്രോമീറ്റർ പഠിക്കുമ്പോൾ നമുക്ക് ആവശ്യം വരും. അപ്പോൾ ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചെമ്പിൻ്റെ സാന്ദ്രത 8,900 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ആപേക്ഷിക സാന്ദ്രത എത്രയായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എത്രയായിരിക്കും? എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ചെമ്പിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നത് 8,900 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. ബൈ എന്ത് ചെയ്യണം? ജലത്തിൻ്റെ സാന്ദ്രത വെച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര വരും ആൻസർ? 8.9 ആണ്. ആപേക്ഷിക സാന്ദ്രതയ്ക്ക് എന്തില്ല? യൂണിറ്റ് ഇല്ല. അപ്പോൾ 8.9 ആണ് നമ്മളുടെ ആൻസർ. ഇനി നമുക്ക് തന്നിട്ടുള്ളത് ഈ ചോദ്യം നോക്കിയേ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ തോന്നും. മെർക്കുറിയുടെ ആപേക്ഷിക സാന്ദ്രതയാണ് നമുക്ക് തന്നിട്ടുള്ളത്. മെർക്കുറിയുടെ ആപേക്ഷിക സാന്ദ്രത 13.6 ആണ്. 13.6 ആണ് മെർക്കുറിയുടെ ആപേക്ഷിക സാന്ദ്രത. എങ്കിൽ അതിൻ്റെ സാന്ദ്രത എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം എന്ത്?
വസ്തുവിൻ്റെ സാന്ദ്രത ബൈ ജലത്തിൻ്റെ സാന്ദ്രതയാണ് ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ വസ്തുവിൻ്റെ സാന്ദ്രത എന്ന് പറഞ്ഞാൽ മെർക്കുറിയുടെ സാന്ദ്രത നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് അറിഞ്ഞുകൂടാത്. അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്തു, എക്സ് ആയിട്ട് എടുത്തു. അപ്പോൾ 13.6 ഈക്വൽ ടു എക്സ് ബൈ 1000 എന്ന് കിട്ടിയേ. പിന്നെ നമുക്ക് ഈ എക്സ് കണ്ടുപിടിക്കണം. എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും, 13.6 ഇൻറ്റു 1000 അല്ലേ. അപ്പോൾ നമുക്ക് എത്ര ആൻസർ ആയിട്ട് വരിക, 13,600 ആൻസർ ആയിട്ട് വരും അല്ലേ. അതിൻ്റെ യൂണിറ്റ് ഉണ്ടല്ലോ, ആപേക്ഷിക സാന്ദ്രതയാണ് നമുക്ക് തന്നത്, നമുക്ക് കാണേണ്ടത് സാന്ദ്രതയാണ്. അപ്പോൾ സാന്ദ്രതയുടെ യൂണിറ്റ് എന്താണ്, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിച്ചു മെർക്കുറിയുടെ സാന്ദ്രത എന്ന് പറയുന്നത് 13,600 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണെന്ന് കണ്ടെത്തി. ക്ലിയർ ആയോ ഈ ഒരു ഭാഗം? ഇനി നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത് ഹൈഡ്രോമീറ്ററിനെ കുറിച്ചാണ്. എന്താണ് ഹൈഡ്രോമീറ്റർ? നിങ്ങൾക്കറിയാലോ, ഹൈഡ്രോമീറ്റർ എന്നാൽ ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. അങ്ങനെയെങ്കിൽ ജലത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത എത്രയും നമ്മൾ കണ്ടെത്തി അല്ലേ. 1000/1000 ചെയ്തിട്ട് നമ്മൾ 1 കണ്ടെത്തി. അപ്പോൾ ഹൈഡ്രോമീറ്റർ എന്തിനുപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ജലത്തിൽ ഹൈഡ്രോമീറ്റർ കാണിക്കുന്ന അങ്കനം എത്രയായിരിക്കും? അതിൻ്റെ ആപേക്ഷിക സാന്ദ്രതയല്ലേ കാണിക്കുന്നത്. ആപേക്ഷിക സാന്ദ്രത എത്രയാ? 1 അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഹൈഡ്രോമീറ്ററിൻ്റെ കേസിൽ ഇവിടെ ഒരു ഇമേജ് കാണിക്കാം കേട്ടോ. ഈ ഒരു ഇമേജ് നോക്കിക്കേ. ഹൈഡ്രോമീറ്ററിൻ്റെ കേസിലുള്ള ഇമ്പോർട്ടൻസ് എന്താണ് നോക്കൂ. ഇവിടെ മുകളിൽ കാണിക്കുന്നത് വാല്യൂ കുറവാണ് അല്ലേ, വാല്യൂ കുറവാണ്. അതുപോലെ താഴേക്ക് വരും തോറും വാല്യൂ കൂടിയാണ് വരുന്നത്. ഹൈഡ്രോമീറ്ററിൻ്റെ കേസിൽ അങ്ങനെയാണ്. താഴേക്ക് പോകും തോറും ഈ ഹൈഡ്രോമീറ്ററിൽ അങ്കനങ്ങളുടെ മൂല്യം കൂടിയാണ് വരുന്നത്. അപ്പോൾ സാന്ദ്രത കൂടുതലുള്ള ദ്രാവകത്തിലാണ് ഇത് വെക്കുന്നതെങ്കിൽ ഹൈഡ്രോമീറ്ററിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, അതായത് ഈ ഹൈഡ്രോമീറ്റർ നമ്മൾ ഒരു സൊല്യൂഷനിൽ ഇടുമ്പോൾ അതിങ്ങനെ പൊന്തി നിൽക്കും. ഓക്കെ, താഴേക്ക് പോകുന്നതോറും ഹൈഡ്രോമീറ്ററിൽ അങ്കനം കൂടി വരുന്നുണ്ട്. അപ്പോൾ സാന്ദ്രത കൂടിയ ദ്രാവകത്തിൽ ഹൈഡ്രോമീറ്ററിൻ്റെ വാല്യൂവും കൂടുതലാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഇത് പൊന്തി നിന്നാലല്ലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, വാല്യൂ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതെ, ഇപ്പം നോക്കിക്കേ, ഇതൊരു സൊല്യൂഷൻ സാന്ദ്രത കൂടിയിട്ടുള്ള ഒരു ഉപ്പ് ലായനിയാണെന്ന് വിചാരിക്കാം. ഉപ്പ് ലായനിയിലാണെങ്കിൽ എന്താണ്, നമുക്കറിയാം അതിൻ്റെ സാന്ദ്രത കൂടുതലാണെന്നുള്ളത്. അപ്പോൾ ഈ ഹൈഗ്രോമീറ്റർ എന്ത് ചെയ്യും, ഇങ്ങനെ നന്നായിട്ട് പൊന്തി നിൽക്കും ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് മണ്ണെണ്ണ പോലെയുള്ള സാന്ദ്രത കുറഞ്ഞ ആ ഒരു ദ്രാവകത്തിൽ ആണ് നമ്മൾ ഇമ്മേഴ്സ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഹൈഗ്രോമീറ്റർ എങ്ങനെയാണ് ചെയ്യുന്നത്, ഹൈഡ്രോമീറ്റർ താഴ്ന്നാണ് നിൽക്കുക. കാരണം അതിൻ്റെ വാല്യൂ ഏകദേശം 0.8 എന്ന് പറയുമ്പോൾ കണ്ടോ, നമ്മുടെ ഈ ഒരു ഹൈഗ്രോമീറ്ററിൽ നോക്കുമ്പോൾ അറിയാം നമുക്ക് വാല്യൂ എവിടെയാണ് കാണുന്നത്, 0.8 ഈ ഒരു ഭാഗത്താണ് ഏകദേശം വരുന്നത് അല്ലേ. അപ്പോൾ അത് നമ്മളുടെ ഹൈഗ്രോമീറ്ററിൻ്റെ ആ ഒരു വാല്യൂ അതിനനുസരിച്ച് അത് പൊന്തുകയും താഴുകയും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഓർക്കണം. ഓക്കെ, ഹൈഗ്രോമീറ്റർ താഴ്ന്നു പോകും തോറും അല്ലെങ്കിൽ താഴേക്ക് പോകും തോറും ഹൈഗ്രോമീറ്ററിൻ്റെ അങ്കനങ്ങളുടെ മൂല്യം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സാന്ദ്രത കൂടിയ ദ്രാവകത്തിൽ ഹൈഗ്രോമീറ്ററിൻ്റെ വാല്യൂ കൂടുതലാണ് കാണിക്കുന്നത്. അപ്പോൾ ഹൈഗ്രോമീറ്ററിൻ്റെ വാല്യൂ കൂടുതൽ കാണിക്കണമെങ്കിൽ ഈ ഹൈഗ്രോമീറ്റർ നന്നായിട്ട് ഉയർന്നു നിൽക്കണം. ഓക്കെ, ഇനി സാന്ദ്രത കുറഞ്ഞ ദ്രാവകം, ഫോർ എക്സാമ്പിൾ മണ്ണെണ്ണയിലൊക്കെ ആണെങ്കിൽ സാന്ദ്രത കുറവാണ്. അപ്പോൾ ദ്രാവകത്തിൽ ഹൈഗ്രോമീറ്റർ എന്ത് ചെയ്യും, താഴ്ന്നാണ് നിൽക്കുക. ഓർത്ത് വെച്ചാൽ മതി ഈ ഒരു പോയിന്റ്. ഇനി ഇതേപോലെ തന്നെ ഒരു സാധനമാണ് എന്ത്, ലാക്ടോമീറ്റർ എന്ന് പറയുന്നത്. ലാക്ടോമീറ്റർ എന്താണ്? ലാക്ടോമീറ്റർ പാലിൻ്റെ ആപേക്ഷിക സാന്ദ്രതയൊക്കെ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അതാണ് ലാക്ടോമീറ്റർ. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ഹൈഗ്രോമീറ്റർ തന്നെയാണ് മറ്റൊരു ടൈപ്പാണ്. ഓക്കെ, ഹൈഗ്രോമീറ്ററിൻ്റെ മറ്റൊരു ടൈപ്പാണ്, ഹൈഡ്രോമീറ്ററിൻ്റെ മറ്റൊരു ടൈപ്പാണ് ഈ ഒരു ലാക്ടോമീറ്റർ എന്ന് പറയുന്നത്. അത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? പാലിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി ശുദ്ധമായ പാലിലും ജലം ചേർത്ത പാലിലും ലാക്ടോമീറ്റർ കാണിക്കുന്ന റീഡിങ് തുല്യമായിരിക്കുമോ? അല്ല, അത് ആപേക്ഷിക സാന്ദ്രതയുള്ള വ്യത്യാസം കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ കൊഴുപ്പ് മാറ്റിയ പാലിൽ എന്തായിരിക്കും, കൊഴുപ്പ് മാറ്റിയ പാലിലാണോ ലാക്ടോമീറ്റർ കൂടുതലായിട്ട് താഴ്ന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. കൊഴുപ്പ് മാറ്റിയ പാലിലാണ് എന്ത് ചെയ്യുക, നമ്മുടെ ഈ ലാക്ടോമീറ്റർ കൂടുതലായിട്ട് താഴ്ന്നു നിൽക്കുക അല്ലേ. അപ്പോൾ വെള്ളം ചേർത്ത പാലിൽ ലാക്ടോമീറ്റർ താഴ്ന്നു നിൽക്കും, അതുപോലെ കൊഴുപ്പ് മാറ്റിയ പാലിലും ലാക്ടോമീറ്റർ താഴ്ന്നു നിൽക്കും. ഓക്കെ, അപ്പോൾ ഹൈഡ്രോമീറ്ററിന് തന്നെ മറ്റൊരു രൂപമാണ് ലാക്ടോമീറ്റർ. ലാക്ടോമീറ്റർ എന്ന് പറയുന്നത് ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്നത് ജലത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത കണക്കാക്കുമ്പോൾ ലാക്ടോമീറ്ററിൽ നമ്മൾ കണക്കാക്കുന്നത് പാലിൻ്റെ ആപേക്ഷിക സാന്ദ്രതയാണ്. കൊഴുപ്പ് മാറ്റിയ പാലിലും അതുപോലെ വെള്ളം ചേർന്ന പാലിലും ഒക്കെ ലാക്ടോമീറ്റർ താഴ്ന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ക്ഷീര കർഷകർ ഈ പാല് കൊണ്ട് സൊസൈറ്റിയിൽ കൊടുക്കുമ്പോൾ അവരുടെ പാലിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ആ പാലിൻ്റെ മൂല്യം എത്രത്തോളം കാശ് ആ ഒരു പാലിൻ്റെ കൊഴുപ്പനുസരിച്ചാണല്ലോ പൈസ ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു വാല്യൂ അതിനെ ഡിസൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഈ ലാക്ടോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് കണ്ടെത്തുന്നത്. ഇവിടെ ഒരു പോയിന്റ് കൂടെ പറഞ്ഞിട്ടുണ്ട്, എന്താ, പാലിൽ വെള്ളം ചേർത്ത് വിൽക്കുന്നത് കുറ്റകരമാണ്, ഭക്ഷണ പദാർത്ഥങ്ങളിൽ മായം ചേർക്കുന്നതും അതുപോലെ തന്നെയാണ്. അപ്പോൾ അതൊരു സാമൂഹിക വിപത്ത് കൂടിയാണ്. അതിനെതിരെ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ളത്. ഇത് ഈ ദ്രവബലങ്ങൾ എന്ന് പറയുന്ന 9th സ്റ്റാൻഡേർഡ് ഓൾഡ് SCERT ചാപ്റ്ററിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് ഇത്. എന്നാൽ ആ ഒരു ചാപ്റ്ററിലുള്ള അത്രയും പോയിന്റ്സ് ഈ ഒരു ഭാഗത്തില്ല. ഇവിടെ പ്ലവക്ഷമ ബലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ലാക്ടോമീറ്റർ, ഹൈഡ്രോമീറ്റർ വരെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. എന്നാൽ നമ്മുടെ ഒരു 9th സ്റ്റാൻഡേർഡിലെ ആ ഒരു ചാപ്റ്ററിൽ, ഫസ്റ്റ് ചാപ്റ്റർ ദ്രവബലങ്ങളിൽ നമുക്ക് പാസ്കൽ നിയമവും പിന്നെ കാപ്പിലറി റൈസ്, കാപ്പിലറി ഫോള് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ വിസ്കസ് ഫോഴ്സ് ആ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ കാണാത്തവർ അതുകൂടി കാണുക. ഇപ്പം നമ്മൾ 9th സ്റ്റാൻഡേർഡിലെ ദ്രവബലങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ആയിട്ട് തീർത്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലെസൺ എന്ന് പറയുന്നത് 7th സ്റ്റാൻഡേർഡിലെ ഒരു ലെസണാണ്. 7th സ്റ്റാൻഡേർഡിലെ 7th ലെസൺ. അത് കഴിഞ്ഞ് നമ്മൾ 9th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ലെസൺ ദ്രവബലങ്ങൾ എടുത്തു. അത് കഴിഞ്ഞ് ന്യൂ SCERT 9th സ്റ്റാൻഡേർഡ് 5th ലെസണാണിത്. അപ്പോൾ അതുകൂടി കംപ്ലീറ്റ് ആയപ്പോൾ ദ്രവബലങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് SCERTയിൽ 5 to 10 എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ടോ അതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.